ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു വിജയദശമി ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ട് ഇതാ മക്കൾ വീട്ടിൽ ബുക്ക് വെച്ചതാണ്. ഇത് അവർ കുറച്ച് ബുക്ക് അമ്പലത്തിൽ, ഇവിടെ പാലക്കൽ അമ്പലത്തിൽ തൊട്ടടുത്ത ദേവീക്ഷേത്രത്തിൽ പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ബുക്കൊക്കെ അടുക്കി പെറുക്കി ഇവിടെ വെച്ചതുകൊണ്ട് ഞങ്ങൾ 2 നേരം അവിടെ വിളക്ക് കത്തിക്കും. അപ്പോൾ രാവിലെ തന്നെ അവിടെ വിളക്കൊക്കെ വെച്ചതിന് ശേഷം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുളിച്ചൊരുങ്ങുകയാണ്. അമ്പലത്തിൽ പോകാൻ മാത്രമല്ല, അത് കഴിഞ്ഞ് മോളുടെ ഡാൻസ് ക്ലാസ്സിലും ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഈ ഒരു പ്ലെയിൻ കളർ ചുരിദാർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഏത് കളർ ഷോൾ ഇടണം എന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ. ചുരിദാർ പ്ലെയിൻ കളറായതുകൊണ്ട് ഏത് കളർ ഷോൾ നമുക്ക് മാച്ച് ചെയ്യാമല്ലോ. അപ്പോൾ അത് നോക്കി തിരിഞ്ഞും മറിഞ്ഞും കുറച്ചെല്ലാ ഷോളും ഇട്ട് നോക്കി. അപ്പം ഈ വയലറ്റാണ് അതിലേക്ക് കൂടുതൽ, മെറൂണും വയലറ്റുമാണ് കൂടുതൽ ചേർച്ചാന്നറിയാം ഈ വയലറ്റ്. പക്ഷേ ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ പെയറായിട്ടൊരു ഓണം പരിപാടിക്ക് മുന്നേ വേറെ സ്ഥലത്ത് ഇട്ടതുകൊണ്ട് തന്നെ അതവിടെ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, പച്ച തന്നെ ഓപ്റ്റ് ചെയ്തു. പച്ചേനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് മറ്റേ 2 കളറുമാണ്. പക്ഷേ അത് രണ്ടും ഞാൻ ആദ്യം ഇട്ടതുകൊണ്ടാണ് ഈ പച്ച സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിരുന്നു പറയണേ. അത് കഴിഞ്ഞ് മോൾക്ക് പിന്നെ ഡാൻസ് ക്ലാസ്സിൽ യൂണിഫോം തന്നെ ഇടണം. ആദ്യമുള്ള സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പുതിയ കുട്ടികളെയും ഇവരെയും തിരിച്ചറിയുന്നതുകൊണ്ട് എന്തായാലും യൂണിഫോം ഇട്ട് വരണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പാലക്കൽ ദേവീക്ഷേത്രത്തിലൊക്കെയാണ് പോയത്. അവിടെ ബാലകൃഷ്ണ മാഷാണ് കുട്ടികളെ എഴുത്തിനിരുന്നത്. മോനെയും മോളെയും അവിടെ നിന്ന് തന്നെയാണ് എഴുത്തിനിരുത്തിയത്. ഈ ഒരു ക്ഷേത്രത്തിലാണ് കേട്ടോ കാർത്തി മോൻ ചെണ്ട പഠിക്കുന്നതും. അത് കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുത് അവിടെ ചായയൊക്കെ ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഹസ്ബൻഡിന് ഷോപ്പ് പോയിട്ട് അവിടെ രാവിലെ പണി തുടങ്ങണമല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങളെ ഡാൻസ് ക്ലാസ്സിൽ ഇറക്കിയിട്ട് പോകാമെന്ന് കരുതി അവിടെ ഞങ്ങളെ ഡാൻസ് ക്ലാസ്സിൽ ഇറക്കി. അപ്പോഴേക്കും അവിടെ ഞാൻ എത്തുമ്പോഴേക്ക് ലേറ്റായി ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ പുതിയ അഡ്മിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പുതിയ അഡ്മിഷനും പഴയ ആളുകൾ അതിവിടെ രജിസ്ട്രേഷനൊക്കെ ഉണ്ട് അഡ്മിഷൻ്റെ. ഇത് മോളുടെ ഫ്രണ്ടാണ്, മോളെ സ്കൂളിലെ ഫ്രണ്ടാണ് അർഷിക്കുട്ടി. അർഷിക്ക് ഇപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അർഷിയുടെ അമ്മയാണ് അവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഞാൻ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഓൾറെഡി ഉള്ള കുട്ടികളാണ്. ഈ യൂണിഫോം ഇട്ട കുട്ടികൾ ഫുള്ള് പിന്നെ 3-4 ബാച്ചിലെ കുട്ടികളാണ് പല പല യൂണിഫോം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അർഷിക്കുട്ടീൻ്റെ പിന്നെ ഡാൻസിൻ്റെ ആരംഭമാണ്. മാഷിന് ദക്ഷിണയൊക്കെ കൊടുത്തു. ഞങ്ങൾ നേരം വൈകി എത്തിയതുകൊണ്ട് തന്നെ മാഷിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊന്നിനും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അവിടെ അപ്പോഴേക്ക് കുട്ടികളൊക്കെ വന്ന് ഫുള്ള് മാഷ സ്റ്റുഡൻസും പാരൻസും ആണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം തന്നെ പുതിയ കുട്ടികൾ ഇതേപോലെ കുറേ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ല, ജസ്റ്റ് ആരംഭം കുറിക്കുകയാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ നമ്മുടെ പഴയ കുട്ടികൾ ദക്ഷിണ കൊടുക്കുന്നത്. അപ്പോൾ മാഷ അവർക്ക് ആരംഭിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികളോടൊക്കെ ഒന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് മിണ്ടാതിരിക്കാൻ. അപ്പം മിണ്ടാതിരിക്കാൻ പറയാന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ സംബന്ധിച്ച് അതൊരു ടാസ്ക്കാണ് കണ്ടോ. എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മോളിത് അവളെ പിന്നെ ഡാൻസ് ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഇത് അതിഥീൻ്റെ അമ്മ മണ്ണൂർ ഹൈസ്കൂളല്ല UP സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ അതിഥി കുട്ടി നല്ലൊരു കുട്ടിയായിട്ട് അവൾക്ക് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ മോള് സമ്മതിക്കുന്നില്ല. അവളിങ്ങനെ തോണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇപ്പുറത്തെ മാഷ് കുട്ടികൾക്ക് പിന്നെ സ്റ്റാർട്ടിങ് എന്താ പറയുക ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ കുറേ നേരം ആ ഒരു ആംബിയൻസ് ഇല്ല, അത് എങ്ങനെയാണ് പറയാമെന്നറിയില്ല. ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം അത്രയും നല്ലൊരു ആംബിയൻസാണ് അവിടെ. ഞങ്ങൾക്ക് അവിടേക്ക് കുട്ടികൾക്ക് ആരും തന്നെ കുട്ടികൾ അങ്ങനെ വെറുതെ ലീവ് എടുക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടികൾക്ക് അവിടെ വരുന്നതിനേക്കാൾ താല്പര്യമാണ് കുട്ടികളെയും കൊണ്ട് ഞങ്ങൾക്ക് പേരൻസിന് അവിടേക്ക് ചെല്ലാൻ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊക്കെ അവിടെ ഫുൾ ഫ്രീഡം എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കൊക്കെ അവിടെ സ്വന്തം ഒരു നമ്മളൊരു ഫാമിലിയിലേക്ക് കയറി ചെല്ലുന്ന പോലെയാണ്. അവിടെ ഞങ്ങളെല്ലാവരും തന്നെ നല്ല എന്താ പറയുക നല്ലൊരു ബോണ്ടായി കഴിഞ്ഞു. മാഷും കുട്ടികളും പേരൻസും എല്ലാവരും. കാരണം ഞങ്ങൾ ഒരു കാര്യത്തിലും മാഷ് എന്താ പറയുക ഞങ്ങളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള യാതൊരു തരം റെസ്ട്രിക്ഷൻസും ഇല്ല. ആകെപ്പാടെ ഒരു നിർബന്ധം മാഷിൻ്റെ ക്ലാസ് ടൈമിന് ഞങ്ങൾ പേരൻസ് അവിടെ എവിടെയും ഇരുന്ന് സംസാരിക്കരുത്, അത് ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആകും. മാഷ് അത് ഒരുപാട് തവണ ഞങ്ങൾക്ക് വാർണിംഗ് തന്നതാണ്. എന്നാലും ഞങ്ങൾ കുറേ വൈബ് അമ്മമാരെ വൈബ് തള്ളമാരെന്നൊക്കെ പറയില്ല, അതാണ്. ഞങ്ങൾ അവിടെ സൈഡിൽ ഇരുന്നാലും ഞങ്ങൾ അറിയാണ്ട് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കയ്യകലത്തിലേ ഞങ്ങൾ ഇരിക്കാറുള്ളൂ. അപ്പോൾ മാഷ് ആ ഒരു കാര്യം മാത്രമേ ഞങ്ങളോട് പറയുള്ളൂ. ബാക്കി ഇപ്പോൾ എന്ത് പ്രോഗ്രാമും കാര്യമൊക്കെയാണെങ്കിലും മാഷ് ഞങ്ങളോട് പറയും, നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കോളൂ. അമ്മമാരെ സ്ഥിരം പരിപാടി ഞങ്ങൾക്ക് എത്ര മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു
റിലേറ്റീവാണ്. കഴിഞ്ഞ ഓണത്തിൻ്റെ വ്ളോഗ് ഞാൻ മാറ്റി ക്ലാസ്സിലെടുത്തപ്പോൾ ഈ മോളാട്ടോ എനിക്ക് ഫുള്ള് വീഡിയോ എടുത്തു തന്നത്. പക്ഷേ വീഡിയോ എടുത്തു തന്നുകൊണ്ട് തന്നെ ആ മോളെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സങ്കടമാണ് ഞാനിപ്പോൾ ഇവിടെ തീർത്തത്. ആ മോളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളെ ബാച്ച്, മീൻസ് ഞങ്ങളെ കുട്ടികളുടെ ബാച്ചാണ്. ഇത് അർഷീൻ്റെ അമ്മ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മോളെ ഫ്രണ്ട് ചേരാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ മോളുടെ ബാച്ചിലെ കുട്ടികളാണ് കേട്ടോ. ഈ യൂണിഫോം ഞങ്ങളെ ബാച്ചാണ്. അപ്പോൾ അവർ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബാച്ചിലും ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനിങ്ങനെ അവിടെ എവിടെയും വീഡിയോ എടുത്ത് എല്ലാ വീഡിയോയും കൂടെ ഇപ്പോൾ എടുത്ത് പിന്നെ ജോയിൻ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതാ മോള് മാഷെടുത്ത് ദക്ഷിണ കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കുട്ടികൾ എന്താ പറയുക ഒക്കെ കുഞ്ഞു കുട്ടിയായിട്ട് ഇന്നലെ കൈ കിട്ടിയ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും വലുതായി ഡാൻസ് പഠിച്ച് ഇപ്പോൾ ഇതാ അവൾ 2ാമത്തെ വർഷമായി, ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതാ അതിഥിക്കുട്ടി ഇതാ അതിൻ്റെ ബാക്കിൽ ഇതൊരു നീള തന്നെയാണ് കേട്ടോ. എൻ്റെ മോളെ പേര് തന്നെയാണ്. പിന്നെ അതിഥീൻ്റെ ബാക്കിൽ ഇതാ ഹെയർ ബാൻഡൊക്കെ വെച്ചത് ഇത് നീളമോളാണ്. അപ്പോൾ 2 നീളം ഉണ്ട് അവരെ ക്ലാസ്സിൽ. പിന്നെ അങ്ങനെ അവിടെ ഉള്ള ഞങ്ങളുടെ ബാച്ചിലെ കുട്ടികളുടെ ദക്ഷിണ കൊടുക്കലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബാച്ചിലെ കുട്ടികളുടെ അമ്മമാർ മൊത്തം ഞങ്ങളൊരു ഗ്യാങ് ആയിക്കഴിഞ്ഞു. ഞങ്ങൾ നല്ലൊരു ബോണ്ടിങ് ആയി. ഞങ്ങൾ ഒരു ഗ്രൂപ്പും ഒക്കെ ആയിട്ട് മാഷിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളും അതേപോലെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെയാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഡാൻസ് ക്ലാസ്സിലൊരു പ്രോഗ്രാം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്തോ ഫാമിലിയിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടാകുന്ന ഒരു ഫീലാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവിടെ ഓരോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും അവിടെ വരാനും ഒക്കെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബോണ്ടിങ് അത് നമുക്ക് എല്ലാ സ്ഥലത്തും അത് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതൊരു പോസിറ്റീവ് വൈബാണ്. ഒരു കലാകേന്ദ്രം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ വേണമെന്നാണ് ഞങ്ങളുടെയൊക്കെ എടുത്ത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിലേ ഉള്ളൂ അവിടേക്ക് പിന്നീട് കയറി ചെല്ലാനും അതേപോലെ അവിടെ കുട്ടികളെ കണ്ടിന്യൂ ചെയ്യിക്കാനും നമ്മൾ കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരു സ്ഥലമായാലും അവിടെ ഒരു പോസിറ്റീവ് എനർജി വേണം. അപ്പം മാഷിൻ്റെ ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗുരുദേവപ്രിയയിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം അവിടുത്തെ പോസിറ്റിവിറ്റി തന്നെയാണ്. അവിടേക്ക് ചെല്ലുമ്പോഴേ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. മാഷായാലും എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രമേ ബിഹേവ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ കുട്ടികളടുത്ത് മാഷ് ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. കാരണം മാഷിൻ്റെ ക്ലാസ് ഞങ്ങൾ അവർ പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ ക്ലാസ് ടൈമിൽ സംസാരിച്ചാൽ ശ്രദ്ധിക്കാതിരുന്നാൽ ഒക്കെ മാഷ് ചീത്ത അറിയുന്നത് ഞങ്ങൾ നല്ലോണം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തന്നെ പറയും മാഷോട് മാഷ് ചീത്ത പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. കാരണം വെറുതെ ഒരാളെ ചീത്ത പറയുന്നതല്ലല്ലോ. ഒരു ഗുരു ഒരു ശിഷ്യയെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കും. അതല്ലാതെ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പോസിറ്റിവിറ്റി നിറഞ്ഞൊരു സ്ഥലമാണ് ഞങ്ങളുടെ ഗുരുദേവപ്രിയം. അപ്പോൾ ഇവിടെ വന്നവർ എല്ലാവരും അത് പറയുന്നുണ്ട് കേട്ടോ. ഞാനിത് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം പറയില്ല, ഞങ്ങൾ പാരൻസിന് മൊത്തത്തിലുള്ള അഭിപ്രായമാണ്. അപ്പം ഞങ്ങൾ നല്ല ആപ്റ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ബ്ലെസ്ഡാണ്. ഞങ്ങളെല്ലാവരും മാഷിൻ്റെ സ്ഥാപനത്തിൽ വരാൻ പറ്റിയതിലും അതിലൊരു ആ ഫാമിലിയിലൊരു അംഗമാകാൻ പറ്റിയതിലും ഞങ്ങളെല്ലാവരും ബ്ലെസ്ഡാണ്. അപ്പോൾ ഇതാ എല്ലാ കുട്ടികളെ കൊണ്ട് മാഷ് കുറച്ച് സ്റ്റെപ്പ് വെപ്പിക്കലും പറയുന്നുണ്ട്. ഞാൻ ചീത്ത പറയുന്നത് തന്നെയാണ്, നിങ്ങൾ എന്നെ തിരിച്ച് അങ്ങനെയല്ല കാണുന്നതെന്നൊക്കെ മാഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ അവർക്ക് എന്താ പറയുക നാണായെന്ന് തോന്നുന്നു. കുട്ടികളാരും അങ്ങനെ ഒന്നും പറയുന്നില്ല. പിന്നെ ഞങ്ങൾ ആസ് യൂഷ്വൽ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട്, ഇത് എൻ്റെ അടുത്തിരിക്കുന്ന നീല ചുരിദാർ സബിതയാണ്. ഇവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, സബി വിത്ത് കുട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ അവളെങ്ങനെ കളിയാക്കുന്നത്. പിന്നെ ഇതൊക്കെ അതിഥീൻ്റെ അമ്മയാണ്, ഈ പച്ച ചുരിദാർ ടീച്ചർ. അങ്ങനെ ബാക്കിയൊക്കെ സൗമ്യയുണ്ട്. ബാക്കി ഇവരെല്ലാം അനുസരി, ഇവരൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, സാധാരണ രീതിയിൽ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഞാൻ തിരിച്ചു പോരാറ്. ഇന്നലെ ഹസ്ബൻഡ് ഷോപ്പിലും ചെറിയൊരു പൂജയും കാര്യങ്ങളുണ്ട്, നേരെ പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അനു നേരത്തെ പറഞ്ഞ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്ന അനുവിൻ്റെ മോളും കൂടെ അവരുണ്ടായിരുന്നു ഫറൂഖിലേക്ക്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ബസ്സിന് പോകാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ ബസ്സിനൊക്കെ പോയി. അവിടെ ഞാൻ ഷോപ്പിലെത്തി അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ ഹസ്ബൻഡ് അവിടെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ശേഷം ഏതായാലും പുറപ്പെട്ട് വന്നതല്ലേ, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. എന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാലും അവിടുത്തെ ആ ഒരു എന്താ പറയുക ആ ഒരു വൈബ് വിട്ടു പോയിട്ടില്ല. ഇത് ഞങ്ങൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇപ്പോൾ നമ്മളവിടെ കുട്ടികൾ പഠിക്കാൻ പോലും നമ്മളവിടെ ഒരു ഗ്യാങ്ങായി, നമ്മളവിടെ ഒരു ഫ്രണ്ട്സായി. അപ്പോൾ അതിൻ്റെ നല്ല നിമിഷങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്.
അപ്പോൾ വീണ്ടും പറയുന്നത്, ഞങ്ങളുടെ ഗുരുദേവപ്രിയയിലെ ഓരോ ആഘോഷങ്ങളും ഞങ്ങളുടെയും കൂടെ ആഘോഷങ്ങളാണ്. ഇനിയും ഇതുപോലെ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം വേറൊരു വീഡിയോയിലൂടെ. ഓക്കെ, ബായ്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.